അരിസബിന്റെ പേരെന്തിന്? സജീബോ അങ്ങനെ എന്തായിരുന്നല്ല പേര്? അരിസബ ഒന്നുകൂടെ പേര് പറയണേ. ഹായ് സച്ചിൻ. ഓക്കെ ഓക്കെ. ഹായ് സച്ചിൻ. അതെ. വൈക്കം മുഹമ്മദ് ബഷീർ, നിഷാർ വന്നിട്ട് സെറ്റ് ചെയ്ത്. നിഷാർ അങ്ങ് പോയടാ. ഇപ്പോൾ എവിടെയാണ്? ഞാനിവിടെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. നിഷാർ സംസാരിച്ചിട്ടുണ്ട്. ഇത് എപ്പോൾ തുടങ്ങി? മുത്തുമണികൾ രണ്ടുപേരുണ്ടല്ലോ. അതെ, ഞങ്ങൾ രണ്ടുപേരുണ്ട്. അരിസബ് സച്ചിൻ എന്ന് പറയുന്നുണ്ട്. വെൽക്കം വെൽക്കം അരിസബ്. ആജ് എന്നെ ഓർമ്മയുണ്ട്. മനസ്സിലായി, ഓർമ്മയുണ്ട്. അന്ന് വരുമ്പോ മോന്റെ അടുത്ത് വണ്ടിയിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞ സുഹൃത്തല്ലേ? എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ഓർമ്മയില്ലാതെ അല്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ അടിച്ചത് അന്ന് മോന്റെ കൂടെ ഇരുന്ന് സംസാരിച്ചിരുന്ന ആളല്ലേ എന്ന് ചോദിച്ചത് അതുകൊണ്ടാണ് കേട്ടോ. എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ വൈക്കത്തിന്റെ മനോഹാരിത കണ്ട് നമ്മളോടൊപ്പം കൂടാന് ആർക്കൊക്കെ സമയമുണ്ട് അവരൊക്കെ നമ്മളോടൊപ്പം കൂടെ ചേരുക, നമ്മളോടൊപ്പം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ട് നമുക്ക് ഇങ്ങനെ മുന്നോട്ടുള്ള യാത്രകൾ. ഇന്ന് കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ സുഹൃത്ത് നമ്മളോടൊപ്പം കൂടെ ചേർന്നിട്ടുള്ളത്. എവിടെ സ്വാതി എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കൊള്ളാം. എന്നെ ഓർമ്മയുണ്ടോന്ന് ചോദിക്കണ്ടോ? ഓർമ്മയുണ്ടോ? സ്വാതിന് ഓർമ്മയുണ്ട്. സ്വാതിക്ക് ഞങ്ങളൊക്കെ ഓർമ്മയുണ്ട്. അങ്ങനെ ചോദിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന വേറെ ആരെങ്കിലും സ്വാതിക്ക് ഓർമ്മയുണ്ട? നമ്മുടെ സച്ചിൻ വന്നിരുന്നു. സച്ചിൻ ഒരു ഹായ് ഉണ്ട് എല്ലാരും. നല്ല സമയത്താണ് നമ്മൾ ലൈവ് ചെയ്തത് കേട്ടോ. എങ്ങനെടാ? നമ്മള് നല്ല സമയത്താണ് ലൈവ് ചെയ്തത്. അതെ, എല്ലാരും വരുന്നുണ്ട്. ഇന്ന് സൺഡേ അല്ലേ? എല്ലാരും ഉറക്കൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഉറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റിരിക്കുന്ന ഒരു ഇതൊക്കെ ആയിരിക്കും. അതല്ല, ഈ പ്രഭ ഇതിപ്പോ മിക്കവാറും ഇവിടെ മഴയായിരിക്കും. ഇപ്പൊ ഇത് ഈ ഒരു പ്രഭ ഇതൊരു ഓർഡിനറി പ്ലേസ് ആണ് കേട്ടോ. എല്ലാരും വന്നും പോയി നിൽക്കുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. അതെ, കമന്റുകൾ വായിച്ചു, വിശേഷങ്ങൾ പറഞ്ഞു. ഇതിന്റെ അകത്ത് ഇവിടെ ആൾക്കാരൊക്കെ ചൂണ്ടിടുന്നുണ്ട് കേട്ടോ. എല്ലാരും വരുന്നുണ്ട്. കാണുന്നുണ്ട് ആൾക്കാർ. ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സുഹൃത്ത് ഇത് ജസ്റ്റ് റൺ ആയല്ലോ. ഒന്നിങ്ങനെ സ്ക്രോൾ ചെയ്ത ആൾക്കാർക്ക് വന്നെത്താനുള്ള ഒരു സമയം കിട്ടുന്നു. വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് മക്കളെ. എല്ലാരും ഒന്ന് കണ്ടില്ല, നമ്മൾ ഇത്രയും നാച്ചുറലായിട്ടുള്ള കാര്യങ്ങള്, പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോ നമുക്കതൊരു ഇഷ്ടമുള്ള കാര്യം തന്നെയല്ലേ? അവിടെ ആരോ ഇറങ്ങി നിൽക്കുന്നുണ്ടല്ലോ, ചൂണ്ടിടുന്ന് തോന്നുന്നു. ചൂണ്ടിടുകയാണ്. അറിയില്ല, ഇവിടെ ഉള്ളവരൊക്കെ തന്നെയാണ്. അതെ, അല്ലല്ല, സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ട്. അവർക്കൊക്കെ ലൈവിൽ വരാൻ ഉള്ളൊരു ഇതില്ല. ഇപ്പൊ ഈ സമയമായതുകൊണ്ട് എല്ലാരും ലൈവുകളുടെ സമയമായി. ഇന്ന് ലൈവുകളുടെ സമയമാണെങ്കിലും നമ്മള് ആൾക്കാർ, നമ്മൾ അറിയുന്നവരൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുള്ള ഇഷ്ടമുള്ളവരൊക്കെ നമ്മളോടൊപ്പം. അതെ, ഓർമ്മയുണ്ട്. എന്തായി സാധി വിശേഷങ്ങള്? നീ കൊല്ലം പോയ കാര്യങ്ങളൊക്കെ ഉഷാറായോ? അടിപൊളിയായോ? എവിടെ കമന്റ് എന്തിലൊക്കെ കണ്ട് കൊല്ലം പോക്കിന്റെ കാര്യം കണ്ടിരുന്നു. ഇവിടെ നിന്നിട്ട് ഒരു വൈകുന്നേരം ഒരു 3 മണി 4 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തണലിൽ ഇങ്ങനെ ഇരുന്ന് ചൂണ്ടിട്ട് ഒരു 6 മണി 7 മണി വരെയൊക്കെ ഇങ്ങനെ ഇരിക്കാൻ നല്ല വൈബാണ് അല്ലേ നാദിറ? അതെ.